ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ പാഠം 2 എത്തി. മദീന ബുക്ക് 2. നോമ്പായതുകൊണ്ട് ദർസ് ഉണ്ടായിരുന്നില്ല. ഇനി നമ്മൾ തുടങ്ങുകയാണ് ഇൻഷാ അല്ലാഹ്. പാഠം 2 നമ്മൾ ലേസ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പാഠം 2 എടുത്തു. ഇനി എക്സസൈസ് എടുക്കാനുണ്ട്, അതിൻ്റെ ഗ്രാമർ പറയാനുണ്ട്. അപ്പോൾ ലേസിയാണ് പഠിക്കുന്നത്. ഇന്ന നമ്മൾ പഠിച്ചു. ഇന്ന നമുക്കറിയാം ജുംല ഇസ്മിയയിലേക്കാണ് പ്രവേശിക്കുക. അങ്ങനെ ഇന്ന ജുംല ഇസ്മിയയിലേക്ക് പ്രവേശിച്ചാൽ നമുക്കറിയാം ജുംല ഇസ്മിയ എന്ന് പറഞ്ഞാൽ മുബ്തദയും ഖബറുമാണ് ഉണ്ടാകുക. ആ മുബ്തദ ഖബർ എന്ന ജുംല ഇസ്മിയയിലേക്ക് ഇന്ന പ്രവേശിച്ചാൽ മുബ്തദ എന്താവും? ഇസ്മു ഇന്ന മൻസൂബാവും. ഖബർ എന്താവും? ഖബറു ഇന്ന മർഫൂ ആവും. അത് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അൽ കിതാബു ജദീദുൻ. അപ്പോൾ അൽ കിതാബു ജദീദുൻ, പുസ്തകം പുതിയതാണ്. അപ്പോൾ ജുംല ഇസ്മിയാണ്. അപ്പോൾ അൽ കിതാബു മുബ്തദഉൻ മർഫൂൻ, അതിനൊരു മുബ്തദ ഉണ്ടാവും, അത് മർഫൂ ആയിരിക്കും. ജദീദുൻ ഖബറുൻ മർഫൂൻ നമ്മൾ പഠിച്ചതാണ് ബുക്ക് 1. അതിൻ്റെ താണ് ഇന്ന പ്രവേശിക്കുക. അപ്പോൾ എങ്ങനെ വരാം? ഇന്നൽ കിതാബ ജദീദുൻ. ഇന്ന പ്രവേശിക്കുന്നതോടെ മുബ്തദഉൻ മർഫൂൻ എന്താവും? ഇസ്മു ഇന്ന മൻസൂബാവും. അപ്പോൾ അൽ കിതാബ. ഖബർ മർഫൂ തന്നെ, ജദീദുൻ ഖബറു ഇന്ന മർഫൂ. ഇനി പാഠം 2 ലൈസയാണ് പഠിക്കുക. ലൈസയും ജുംല ഇസ്മിയയിലാണ് പ്രവേശിക്കുക. ലൈസ ജുംല ഇസ്മിയയിലാണ് ഉപയോഗിക്കുക. ലൈസ ജുംല ഇസ്മിയയിലേക്ക് പ്രവേശിച്ച എന്ത് സംഭവിക്കും? നമുക്ക് ഉദാഹരണം നോക്കാം. അൽ ബൈത്തു ജദീദുൻ, ഇതാണ് ജുംല ഇസ്മിയ, വീട് പുതിയതാണ്. അപ്പോൾ അതിലേക്ക് ലൈസ പ്രവേശിക്കുകയാണ്. ലൈസൻ്റെ അർത്ഥം എന്താ? അല്ല എന്ന് പറയാനാ. ലൈസൻ്റെ അർത്ഥം അല്ല. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട്, അല്ല, നോട്ട് എന്ന് പറയാം. അപ്പോൾ ഉദാഹരണം അൽ ബൈത്തു ജദീദുൻ, വീട് പുതിയതാണ്. അപ്പോൾ അൽ ബൈത്തു മുബ്തദഉൻ മർഫൂൻ ജദീദുൻ ഖബറുൻ മർഫൂൻ, വീട് പുതിയതാണ്. അതിലേക്ക് ഇനി ലൈസ പ്രവേശിക്കുകയാണ്. ജുംല ഇസ്മിയയിലേക്ക് ലൈസ വരികയാണ്. അപ്പോൾ എങ്ങനെ വരാം? ലൈസൽ ബൈത്തു ജദീദൻ. ഇന്നൻ്റെ നേരെ ഓപ്പോസിറ്റ്. എങ്ങനെ? ഇന്നക്ക് മുബ്തദന ഇസ്മു ഇന്ന മൻസൂബാക്കിയ. അപ്പോൾ ഇതിൻ്റെ തിന്ന വന്ന് എങ്ങനെ വരാം? ഇന്നൽ ബൈത്ത ജദീദുൻ. ആ ബൈത്ത മൻസൂബാവും, ജദീദുൻ മർഫൂ ആവും. ലൈസ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ലൈസൽ ബൈത്തു ജദീദൻ. മുബ്തദഉൻ മർഫൂൻ, അത് മർഫൂവനായിട്ട് വന്നു. അപ്പോൾ ഇസ്മു ലൈസ മർഫൂൻ, ലൈസൽ ബൈത്തു. ബൈത്തു ബൈത്തു എന്നായി, മർഫൂ തന്നെ, മാറ്റില്ല. പക്ഷേ ഖബർ എന്തായി? മൻസൂബായി, ജദീദൻ. അപ്പോൾ ഖബറു ലൈസ മൻസൂബാവും. അപ്പോൾ ഇന്ന പ്രവേശിച്ചപ്പം ഇസ്മു ഇന്ന മൻസൂബ്, ഖബറു ഇന്ന മർഫൂ ആയിരുന്നു. ലൈസ പ്രവേശിക്കുമ്പോഴോ ഇസ്മു ലൈസ മർഫൂ, ഇസ്മു ലൈസ മൻസൂബ്. അപ്പോൾ ലൈസൽ ബൈത്തു ജദീദൻ, വീട് പുതിയതല്ല എന്ന് പറയാനാണ്. അൽ ബൈത്തു ജദീദ് എന്ന് പറഞ്ഞാൽ വീട് പുതിയതാണ്. ലൈസൽ ബൈത്തു ജദീദ് എന്ന് പറഞ്ഞാൽ വീട് പുതിയതല്ല. ഇനി ലൈസ ജുംല ഇസ്മിയിലേക്ക് പ്രവേശിച്ചാൽ മറ്റൊരു രീതിയിലും എഴുതാം, മറ്റൊരു രീതിയിലും പറയാം. അതെങ്ങനെ? അത് അടുത്ത സെൻറ്റൻസ്, അടുത്ത വാക്യം. ലൈസൽ ബൈത്തു ബി ജദീദിൻ. ഒരു ഹർഫ് ചെറു കൂട്ടിയിട്ടും പറയാം. അർത്ഥം അതന്നെ, വീട് പുതിയതല്ല എന്നതിന് അർത്ഥത്തിന് മാറ്റമൊന്നുമില്ല. പക്ഷെ ഇങ്ങനെയും എഴുതിയും പറയുകയും ചെയ്യാം. ലൈസൽ ബൈത്തു ബി ജദീദിൻ. അപ്പം ബി വരുമ്പോൾ എന്ത് സംഭവിക്കും? ജദീദിൻ്റെ മൻസൂബ് എന്താവും? ബി ജദീദിൻ. കാരണം ബി നമുക്കറിയാം ഹർഫ് ജറാണ്. ഹർഫ് ജർ വന്നാൽ പിന്നെ അടുത്ത ഇസ്മു ജദീദ് ഇസ്മു മജ്റൂറായിരിക്കും. അപ്പോൾ ലൈസ അൽ ബൈത്തു ഇസ്മു ലൈസ മർഫൂ ബി ജദീദിൻ, ബി ഹർഫു ജർ, ജദീദിൻ ഇസ്മു മജ്റൂർ, ജാറും മജ്റൂർ, ശിബു ജുംല ഖബറു ലൈസ. ഇതും നമ്മൾ ഇൻഷാ അല്ലാഹ് ആവർത്തിച്ച് പഠിക്കും. കുറേ ഉദാഹരണങ്ങൾ വരും.
അപ്പോൾ എളുപ്പമാവും. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ അതാണ് വീട് പുതിയതല്ല. ഇനി ലൈസ പുല്ലിംഗാണ്, മുദക്കറാണ്. ഇനി ഇതിനെങ്ങനെ മുഅന്നസാക്കാം, സ്ത്രീയാക്കാം? പിന്നെ ഞാൻ അല്ല എന്ന് പറയണം, ഞങ്ങളല്ല എന്ന് പറയണം. അപ്പോൾ ഇവിടെ ലൈസ ഫീലുൻ നാക്കിസാണ്, അപൂർണമായ ഫീലാണ്, പൂർണ്ണമായ ഫീലല്ല. നമുക്കറിയാം, നമ്മൾ ഫീലും മാതി പഠിച്ചതിന് പൂർണ്ണമായ ഫീലിൽ എന്താണ്, ഫീലും ഫായിലും ഉണ്ടാവും, ക്രിയയും കർത്താവും. പിന്നെ ചിലതിൽ മഫൂലും ബിഹിയും ഉണ്ടാവും. അത് നമ്മൾ ഈ ബുക്കിൽ പഠിക്കും, മഫൂലും ബിഹി. അതാണ് പൂർണ്ണമായ ക്രിയ. ലൈസ അപൂർണ്ണ ക്രിയ ആണ്, അതാണ് അത് ജുംല ഇസ്മിയയിൽ പ്രവേശിക്കുന്നത്. അപ്പോൾ അതൊരു അപൂർണ്ണ ക്രിയ ആയതുകൊണ്ട് ക്രിയൻ്റെ ഒരു സ്വഭാവം ഉണ്ടാവും. അപ്പോൾ എങ്ങനെ, ഫയല ഫയല ഫയലു, ഫയലത്ത് ഫയലത്ത ഫയൽന, ഫയൽത്ത ഫയൽത്തുമ ഫയൽത്തും, ഫയൽത്തി ഫയൽത്തുമ ഫയൽത്തുന്ന, ഫയൽത്തു ഫയൽന എന്ന പോലെ ലൈസക്കും 14 രൂപങ്ങളുണ്ടാവും. ഇപ്പം ലൈസ ലൈസ ലൈസു, ലൈസത്ത് ലൈസത്ത ലസ്ന, ലസ്ത ലസ്തുമ ലസ്തും, ലസ്തി ലസ്തുമ ലസ്തുന്ന, ലസ്തു ലസ്ന. ആ ക്രിയ പോലെ തന്നെയാണ് ഈ ലൈസ വരാം. അപ്പോൾ നമുക്കറിയാം ഫയല പുല്ലിംഗാണ്, അവൻ പ്രവർത്തിച്ചു. അപ്പോൾ ലൈസ അവനല്ല എന്ന് പറയാം. ഇവിടെ ബൈത്ത് മുസക്കർ ആയതുകൊണ്ടാണ് ആ വീടല്ല എന്ന് പറയാണ്. ആ വീട് പുതിയതല്ല, ആ വീടല്ല ലൈസ. ഇനി ലൈസ പുല്ലിംഗ് എങ്ങനെ സ്ത്രീലിംഗാക്കാം? ലൈസത്ത്. നമുക്കറിയാം ഫയല സ്ത്രീലിംഗാക്കണമെങ്കിൽ ഫയലത്ത്. അപ്പോൾ ലൈസത്ത്. അപ്പോൾ അതിൻ്റെ സ്ത്രീലിംഗം ലൈസ പുല്ലിംഗമാണ്, അതിൻ്റെ സ്ത്രീലിംഗം ലൈസത്ത്. ഉദാഹരണം, ഫാത്തിമ മരീലത്തുൻ, ഫാത്തിമ രോഗിയാണ്. അപ്പം ഇനി ലൈസ വന്ന എന്താ അർത്ഥം വരാം? ഫാത്തിമ രോഗിയല്ല. അപ്പം അതെങ്ങനെ വരാം? ലൈസത്ത് ഫാത്തിമത്തു മരീലത്തൻ എന്ന് പറഞ്ഞിട്ട് മൻസൂബായിട്ട് എഴുതാം, അല്ലെങ്കിൽ ലൈസത്ത് ഫാത്തിമത്തു ബി മരീലത്തിൻ, ഹർഫ് ജർ ബി വെച്ചിട്ടും എഴുതാം. അപ്പോൾ ഫാത്തിമയാണ് ഇസ്മു ലൈസ, മരീലത്തൻ ഖബറു ലൈസ മൻസൂബ്. ഇനി ബി വന്നാലോ? ബി ഹർഫു ജർ, മരീലത്തിൻ ഇസ്മു മജ്റൂർ, ജാർ മജ്റൂർ, ഷിബു ജുംല, ഖബറു ലൈസത്ത്. അപ്പോൾ ലൈസത്ത് അവളല്ല, ലൈസ അവനല്ല, ലൈസ അവർ 2 പേരല്ല, ലൈസു അവർ കുറേ പേരല്ല, ലൈസത്ത് അവളല്ല, ലൈസത്ത അവർ 2 സ്ത്രീകളല്ല, ലസ്ന അവർ കുറേ സ്ത്രീകളല്ല, ലസ്ത നീയല്ല പുരുഷൻ, ലസ്തുമ നിങ്ങൾ 2 പുരുഷന്മാരല്ല, ലസ്തും നിങ്ങൾ കുറേ പുരുഷന്മാരല്ല, ലസ്തി നീയൊരു സ്ത്രീയല്ല, ലസ്തുമ നിങ്ങൾ 2 സ്ത്രീകളല്ല, ലസ്തും നിങ്ങൾ കുറേ സ്ത്രീകളല്ല, ലസ്തു ഞാനല്ല, ലസ്ന ഞങ്ങളല്ല. അങ്ങനെ ക്രിയൻ്റെ മാതിരിയാണ് ഈ ലൈസ വര. പക്ഷേ ലൈസ ജുംല ഇസ്മിയയിലേക്കാണ് പ്രവേശിക്കുക. അങ്ങനെ ജുംല ഇസ്മിയയിലേക്ക് പ്രവേശിക്കുമ്പോൾ മുബ്തദ മർഫൂൻ എന്താവും? ഇസ്മു ലൈസ മർഫൂനാവും. ഖബർ എന്താവും? ഖബർ മർഫൂ എന്താവും ജുംല ഇസ്മിയയിലെ? ഇസ്മു ലൈസ മൻസൂബ്, അല്ലെങ്കിൽ ജാറും ബി വെച്ചിട്ട് ജാറുമ മജ്റൂർ, ഷിബു ജുംല, ഖബറു ലൈസ. ഇനി വേറൊരു ഉദാഹരണം നോക്കാം. അസ്സയ്യാറത്തു ഖദീമത്തുൻ, കാറ് പഴയതാണ്. ഖദീമത്ത് എന്ന് പറഞ്ഞാൽ പഴയത്. കാറ് നമുക്കറിയാം സ്ത്രീലിംഗാണ്, അതിൻ്റെ അവസാനത്തിൽ താ മർബൂത്ത് ഉണ്ട്, കെട്ടുള്ള താ. അപ്പോൾ ഖദീമുൻ എന്ന് പറയുന്നതിന് പകരം ഖദീമത്തുൻ, കാരണം സ്ത്രീലിംഗാണ്. അപ്പോൾ ഇവിടെ കാറ് പഴയതല്ല എന്നെങ്ങനെ പറയാം? ലൈസത്ത് അസ്സയ്യാറത്തു ഖദീമത്തൻ, ലൈസത്ത് അസ്സയ്യാറത്തു ഖദീമത്തൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ലൈസത്തിൻ്റെ താൻ്റെ മുകളിലൊരു സുക്കൂനുണ്ട്, അതിന് ശേഷം വരുന്ന സയ്യാറത്തിൻ്റെ മുകളിലും അലിഫ് ലാമിൻ്റെ മുകളിലും സുക്കൂനുണ്ട്. അപ്പോൾ ഇങ്ങനെ 2 സുക്കൂനുകൾ അടുത്ത് വന്നാലൊരു നിയമമുണ്ട്, അങ്ങനെ പറയൂല. നമുക്ക് പ്രൊനൗൺസ് ഇങ്ങനെ ഉച്ചരിക്കാൻ കഴിയില്ല. ലൈസത്ത് സിയാറത്ത്, അങ്ങനെ സുക്കൂന് 2 ഒപ്പരം വന്നാൽ നമുക്ക് ഉച്ചരിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ആദ്യത്തെ സുക്കൂൻ എന്താക്കും? കസറാക്കും. അപ്പോൾ ലൈസത്തി സയ്യാറത്തു ഖദീമത്തൻ. അതേപോലെ ബി വെച്ചിട്ടാണെങ്കിലോ ലൈസത്ത് അവിടെ സുക്കൂന് വന്നു, അസയ്യാറത്തു ലാമിന് സുക്കൂന് വന്നു, ബി ഖദീമത്തിന് എന്താവും? ലൈസത്തി സയ്യാറത്തു ബി ഖദീമത്തിൻ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. 2 സുക്കൂനുകൾ അടുത്തടുത്ത് വന്നാൽ ആദ്യത്തെ സുക്കൂന് കസറാവും ഈ ലൈസയിൽ. അപ്പോൾ അതാണ് കാറ് പഴയതല്ല.
സയ്യാറത്ത് സ്ത്രീലിംഗമായതുകൊണ്ടാണ് ലൈസത്ത്. ലൈസ പുല്ലിംഗത്തിന്, ഇപ്പോൾ ബൈത്ത് പോലെ. സയ്യാറത്ത് കാറ് സ്ത്രീലിംഗമാണ്, അപ്പോൾ ലൈസത്ത്. ഇനി അന മുദർരിസുൻ, ഞാനൊരു അധ്യാപകനാണ്. അപ്പം ഞാൻ അധ്യാപകനല്ല എന്നെങ്ങനെയാണ് പറയുക? രണ്ട് രീതിയിൽ ലൈസ വെച്ചിട്ട്. ലസ്തു മുദർരിസൻ, ലസ്തു മുദർരിസൻ. അപ്പോൾ ഇവിടെ ഇസ്മു ലൈസ ഏതാ? ആ തൂവാണ്. ഞാൻ അവിടെ ഞാൻ ആ ലമീറാണ്. ഓക്കെ, നമുക്കറിയാം ഇസ്മു ഇന്ന പഠിച്ചപ്പോഴും അങ്ങനെ തന്നെ. ഇന്നക്ക, ഇന്നക്കുമ, ഇന്നഹു, ഇന്നഹുമ, ഇന്നഹും, ഇന്നഹ, അങ്ങനെ പഠിച്ചല്ലോ. അതേപോലെ എന്താണ് ലസ്തു, എന്താണ് ആ തൂവാണ്, ലമീറാണ് ഞാൻ, ലസ്തു. അതാണ് ഇസ്മു ലൈസ. മുദർരിസൻ അധ്യാപകൻ, അപ്പോൾ ഖബറു ലൈസ മൻസൂബ്. പിന്നെ ലസ്തു മറ്റേ രീതിയിൽ ബി ഹർഫുജർ വെച്ചിട്ട് എങ്ങനെ എഴുതാം? ലസ്തു ബി മുദർരിസിൻ. അപ്പോൾ ബി ഹർഫുജർ, മുദർരിസിൻ ഇസ്മു മജ്റൂർ, ജാറും മജ്റൂർ, ശിബു ജുംല, ഖബർ. അപ്പോൾ ഇത് നമ്മൾ ഇൻഷാ അല്ലാഹ് പഠിക്കും. അപ്പോൾ എന്താണ് ആവർത്തിച്ച് പഠിക്കും, കുറേ ഉദാഹരണങ്ങൾ വരും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ബുക്ക് 1 പോലെ തന്നെ എളുപ്പമാകും. ഇനി ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, അന മിനൽ ഹിന്ദി, ഞാൻ ഇന്ത്യയിൽ നിന്നാണ്. അപ്പം ഞാൻ ഇന്ത്യയിൽ നിന്നല്ല എന്നെങ്ങനെ പറയാം? ലസ്തു മിനൽ ഹിന്ദി, ഞാൻ ഇന്ത്യയിൽ നിന്നല്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇത് ബി ഹർഫുജർ വെച്ചിട്ട് എഴുതൂല. കാരണം ഇവിടെ ഓൾറെഡി ആദ്യം എന്താണ് മിന്നെന്നുള്ള ഹർഫുജർ വന്നു, പിന്നെ ആടെ ബീന്ന് കൊണ്ട് എഴുതൂല. അപ്പോൾ ആടെ ഈ ഒറ്റ രീതിയിൽ എഴുതുള്ളൂ, ലസ്തു മിനൽ ഹിന്ദി. ഹർഫുജർ ആദ്യം വന്നാൽ പിന്നെ ബി എഴുതൂല. ഞാൻ ഇന്ത്യയിൽ നിന്നല്ല, ലസ്തു മിനൽ ഹിന്ദി. ബാറക്കല്ലാഹു ഫീക്കും.